ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് ഞാനൊരു ആപ്പിൾ വാച്ചിൻ്റെ കോപ്പി പതിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. മൈക്രോവെയർ എന്നുള്ള കമ്പനിയുടെ ഒരു കോപ്പി പതിപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പാക്കേജ് മൈക്രോവെയർ എന്നുള്ളത്. ഇതൊരു ആപ്പിൾ വാച്ചിൻ്റെ കോപ്പി പതിപ്പാണെങ്കിലും സീരീസ് 7 സമാനമായിട്ടൊരു കോപ്പി പതിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ആപ്പിൾ വാച്ചും ഒറിജിനലും കോപ്പിയും മനസ്സിലാക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ്. ഒറ്റയടിക്ക് നമുക്ക് ഡിസ്പ്ലേ മനസ്സിലാവും. ചെറിയൊരു ഡിസ്പ്ലേ ആയിരിക്കും കോപ്പി പതിപ്പിലുണ്ടാവുക. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു മോഡലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും മനസ്സിലാവുകയില്ല. കാഴ്ചയിൽ ഇത് ആപ്പിൾ വാച്ച് തന്നെയായിരിക്കും ഡിസ്പ്ലേ ക്വാളിറ്റി. അപ്പോൾ ഏതായാലും ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും വരുന്നത് നോക്കാം. കാഴ്ചയിൽ ആപ്പിൾ വാച്ച് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിൻഭാഗത്തായിട്ടുള്ള ഈ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ട് ആപ്പിൾ വാച്ചിനെ പോലെ വയർലെസ് ആയിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുള്ളത് 2 ഡോട്ടുകളാണ്. അതിനുള്ള ഒരു ചാർജിങ് കണക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് കണക്ടർ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ ഈ ഒരു താഴെയുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓണായി വരും. നമ്മൾ ആപ്പിൾ വാച്ച് ഓണായതാണ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ആപ്പിൾ വാച്ചിൻ്റെ ഒറിജിനലും ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അത് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് എന്ന് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. 2 ബട്ടൺസും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീരീസ് 7 പോലെ തന്നെ വലിയൊരു ഗ്രില്ലാണ് നമ്മുടെ സൈഡ് വശത്തായിട്ട് സ്പീക്കറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്ത് ആപ്പിൾ വാച്ചിന് പോലെ ആ പ്രസ്സിംഗ് ഒന്നുമില്ല. നമുക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ നമുക്ക് സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനും കൊടുക്കുവാനൊക്കെ സാധിക്കും. ആപ്പിൾ വാച്ച് സീരീസ് 7 സീരീസ് 6 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രാപ്പും ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനോട് കൂടെ വരുന്നത് ഒരു റബ്ബർ സ്ട്രാപ്പാണ്. അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. എന്നാലും ഈ ഒരു റേഞ്ചിലുള്ള ആപ്പിൾ വാച്ചിൻ്റെ കോപ്പി പതിപ്പാണോ അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിൻവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ സീരീസ് 7 45mm അലുമിനിയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ആപ്പിൾ വാച്ചിൻ്റെ പിൻഭാഗത്ത് വരുന്നത് അതുപോലെ എഴുതിയെന്ന് മാത്രം. പിന്നെ സെല്ലുലാർ വെർഷൻ്റെ കോപ്പി ആയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ റൗണ്ട് എഡ്ജ് നമുക്കിവിടെ കാണാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു സൈസ് ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത്. വാൾപേപ്പർ മാറ്റുന്ന വളരെ സിമ്പിളാണ്. നമ്മൾ വാൾപേപ്പർ ഹോം പേജിൽ വന്നതിന് ശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വാൾപേപ്പർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാൾപേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതിനൊക്കെ ഒരു അപ്ലിക്കേഷൻ മുഖാന്തരം നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് വാച്ച് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ബാർകോഡ് ഈ ഒരു ബോക്സിൻ്റെ പിൻഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് മാക്റ്റീവ് പ്രോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പിളിലും iOS-ലും ഒക്കെ അവൈലബിൾ ആണ്. അതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് വാച്ചിൽ തന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഏതായാലും ഈ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകതയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് തന്നെയാണ്. ഒരു അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ. എഡ്ജുകളൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എഡ്ജുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ് ഓഫ്ലൈനായിട്ട്. അപ്പോൾ അത് ലഭിക്കുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രൈസൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.